CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ സ്റ്റൈലിൽ ത്രസിപ്പിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞ. സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് തുടങ്ങിയ വിജയ് പേപ്പറിൽ നോക്കാതെയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ആണ്ടവൻ മീതെ ആണയിട്ടായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തുടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് മരിച്ചത്. സംസ്ഥാന കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തിപ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. ആർക്കുവേണ്ടി പ്രകടനം നടത്തിയാലും അയോഗ്യതയായി വിലയിരുത്തുമെന്നും ഹൈക്കമാൻഡ്. KPCC നേതൃത്വത്തിനും രൂക്ഷ വിമർശനം. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാതെ പിണറായി വിജയൻ. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാം എന്ന് മറുപടി പറഞ്ഞ പിണറായി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹങ്ങളിൽ അവസാനത്തെ സപ്താഹം ആരംഭിച്ചു. ദേവസ്വം ഓഫീസർ G. ശ്രീരാജ ഭദ്രദീപം തെളിയിച്ചു. മാതൃദിനത്തിൽ ചാലിശ്ശേരിയിലെ ബേബി അമ്മയെ തൃത്താല നിയുക്ത MLA VT ബൽറാം ആദരിച്ചു. സ്നേഹനിറവിൽ 4 തലമുറകളുടെ ചിരിയും വാത്സല്യവും നിറഞ്ഞ ജീവിതം മനോഹരമാക്കുന്ന ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി അമ്മയെയാണ് ആദരിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് മങ്ങാട് യൂണിറ്റ് 4ാം വാർഷിക പൊതുയോഗം നടത്തി. കുന്നംകുളം നിയോജകമണ്ഡലം ചെയർമാൻ MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള സെന്റ് ആന്റണീസ് കപ്പേളയിലെ പ്രഥമ തിരുനാളിന് കൊടിയേറി. കുന്നംകുളത്തെ ഇടത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച LDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. നഗരസഭ ഗാന്ധി ചത്തുരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും ലീഗ് മണ്ഡലം കമ്മിറ്റി. കുന്നംകുളം പടിഞ്ഞാറെ അങ്ങാടി സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, നേർച്ചഭക്ഷണം എന്നിവയും ഉണ്ടായി. അമ്പലപ്പാട്ട് ഗോപാലമേനും മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി എരുമപ്പെട്ടിയിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റ് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുമായി സഹകരിച്ച് സൌജന്യ വൈദ്യപരിശോധനയും രക്തപരിശോധനയും നടത്തി. കാട്ടകാമ്പാൽ YMCയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് പൂരം. വാഗ ചെട്ടിയടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് നാരായണീയോത്സവം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച ശ്രീമദ് നാരായണീയോത്സവത്തിൽ ഗുരുവായൂർ ജ്ഞാനാനന്ദ സരസ്വതി വേദാന്ത വിജ്ഞാന കേന്ദ്രം ആധ്യാത്മിക പഠന കേന്ദ്രം ചെയർമാൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മുഖ്യ ആചാര്യനായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന സീനിയർ CLCയുടെ നേതൃത്വത്തിൽ 2ാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.